ഹായ് ഫ്രണ്ട്സ്. അധികം ആൾക്കാർ അറിയാൻ ചാൻസ് ഇല്ലാത്തൊരു ഷൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓൺ എന്ന ബ്രാൻഡിന്റെ ക്ലൗഡ് ഹൊറൈസോൺ. സംഭവം എന്താണെന്ന് നോക്കിയാലോ. മൈ നെയിം ഇസ് ബെനിറ്റ്. വെൽക്കം ടു മൈ വീഡിയോ. ഇന്ത്യയിൽ അത്ര ഫേമസ് അല്ലെങ്കിലും ഇവിടെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ട് വരുന്ന ഒരു ബ്രാൻഡാണ് ഓൺ. എന്ത് പേരാണല്ലേ, ഓൺ. ഓക്കെ, ഇതൊരു സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് കമ്പനിയാണ്. സ്വിറ്റ്സർലൻഡിലെ സൂറിക്കിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ക്ലൗഡ് ടെക് എന്ന് പറയുന്ന ഒരു പ്രൊപ്രൈറ്ററി കുഷനിങ് ടെക്നോളജിയാണ് ഇവരുടെ ഒരു മെയിൻ ഹൈലൈറ്റ്. നമ്മുടെ ന്യൂ ബാലൻസിന്റെ ഷൂവിൽ ആ വീഡിയോയിൽ ഞാൻ അത് വൺ ഓഫ് ദ മോസ്റ്റ് കുഷൻ ഷൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇവനും ആ ലിസ്റ്റ് വരുന്നൊരു സാധനമാണ് കേട്ടോ, ഓൺ ക്ലൗഡ് ഹൊറൈസോൺ. കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഐ നോ ലുക്സ് ആർ സബ്ജക്റ്റീവ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ താഴെ ചന്നം ഭിന്നം കൊടുത്തേക്കുന്ന ഹോൾസ് ഒന്നും വെറുതെ ലുക്സിന് വേണ്ടി മാത്രമല്ല കേട്ടോ, അത് ശരിക്കും ഫങ്ഷണൽ ആയിട്ടുള്ള ഹോൾസ് തന്നെയാണ്. ഒരു ഷൂവിന്റെ കുഷനിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ ഫോമിന്, മിഡ് സോളിലെ ഫോമിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു ഫോം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സോളിഡ് മാത്രമായിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല. അതിന്റെ ഉള്ളിൽ ഒരുപാട് എയർ ഗ്യാപ്പുകളുണ്ട്. ആ എയർ ഗ്യാപ്പുകൾ തന്നെയാണ് അതിനൊരു കുഷനിങ് ഫീൽ നൽകുന്നത്. അപ്പൊ അങ്ങനെ ഒരു വളരെ മികച്ച ഫോമോട് കൂടി ഈ ഒരു ഹോൾസോടെ നല്ല രീതിയിൽ ആക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇതിന്റെ കുഷനിങ്ങിനെ പറ്റി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. സ്വിറ്റ്സർലാൻഡ് മെയ്ഡ് ഷൂ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്വിസ് ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് സ്വിസ് എഞ്ചിനീയറിംഗ് എന്നൊരു റൈറ്റപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ടോയ് ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോൾ റബ്ബർ കയറി നിൽക്കുന്ന രീതിയിൽ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ടോയ് ഏരിയ വരുന്നത്. അവിടെ ഓൺ എന്ന ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. ഈ ഫിംഗറിന്റെ ഏരിയയിലും നല്ലൊരു റബ്ബർ കുഷനിങ്, ഒരു റബ്ബർ പാഡിങ് നൽകിയിട്ടുണ്ട്. അതൊരു സേഫ്റ്റി പർപ്പസിന് വേണ്ടി തന്നെയാണ്. ഇതൊരു ഹൈക്കിംഗ് ബൂട്ടായിട്ട് അഡ്വർടൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇതിന്റെ ഒരു ടങ് ഏരിയയിലേക്ക് വരുമ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ പാഡഡ് ആയിട്ടുള്ള ഒരു ടങ് ഏരിയ തന്നെയാണ്. സാധാരണ ഒരു ടങ് പോലെയല്ല, ഇത് നല്ല രീതിയിൽ ഒരു പാഡിങ് ഉണ്ട്. അവിടെ വാട്ടർ പ്രൂഫിങ്ങിന്റെ ഒരു എംബ്ലവും നൽകിയിട്ടുണ്ട്. ഓക്കെ, അത് പറഞ്ഞില്ലല്ലോ. ഇതൊരു വാട്ടർ പ്രൂഫ് ഷൂ ആണ്. 100% വാട്ടർ പ്രൂഫിംഗ് നൽകുന്ന ഒരു ഷൂ തന്നെയാണ്. വാട്ടർ പ്രൂഫിങ്ങിനെ പറ്റി പറഞ്ഞപ്പോഴാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാട്ടർ പ്രൂഫ് ഷൂ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയുണ്ടായി. അത്യാവശ്യം നല്ലൊരു മഴയുള്ള സമയത്തും അത് യൂസ് ചെയ്തു, നല്ല പെർഫോമൻസ് ഒക്കെ തന്നെയായിരുന്നു. എങ്കിൽ പോലും നമ്മുടെ കാല് നനഞ്ഞു കഴിയുമ്പോൾ പാൻറിൽ കൂടെയും കാലിൽ കൂടെയും വെള്ളം ഒഴുകി ഷൂവിന്റെ അകത്തേക്ക് പോവുകയുണ്ടായി. അതിപ്പോൾ അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്ക് ടു ടോപ്പിക്. ഇതിന്റെ ഈ എഞ്ചിനീയർഡ് മെഷ് മെറ്റീരിയലിന്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന ഒരു വാട്ടർ പ്രൂഫിംഗ് മെംബ്രെയിൻ ആണ് ഇതിന് ഈ വാട്ടർ പ്രൂഫിംഗ് ഫീച്ചർ നൽകുന്നത്. ഈ ലേസിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു റൈറ്റപ്പ് നൽകിയിട്ടുണ്ട്, പുട്ട് മീ ഓൺ, പുട്ട് മീ ആൻഡ് കമ്പനി ലോഗോ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൈറ്റപ്പ് ആയിട്ട് തോന്നി കേട്ടോ. ഈ ഔട്ട്സോളിലേക്ക് വരുമ്പോൾ ഒരു നോർമൽ ഹൈക്കിംഗ് ബൂട്ടിലുള്ള പോലത്തെ നല്ല ഹൈ പ്രൊഫൈൽ ഗ്രിപ്സ് അല്ല, ഒരു ആവറേജ് ഹൈറ്റ് മാത്രമുള്ള ഒരു പ്രൊഫൈൽസ് ആണ് ഈ ഗ്രിപ്പിന് നൽകിയിരിക്കുന്നത്. അത് വലിയ തിരക്കേടില്ലാത്ത ഒരു അഡിക്വേറ്റ് ഗ്രിപ്പ് നൽകുന്നത് തന്നെയാണ്. പിന്നെ ഇതിന്റെ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ കനാല് വെട്ടിയ പോലത്തെ ഭാഗം, ഇത് ഈ ഷൂവിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു അത്ലറ്റിക് ഷൂവിന്റെ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഷൂവിന്റെ ഒരു മെയിൻ റിക്വയർമെന്റ് എന്തായിരിക്കും? എനർജി റിട്ടേൺ. അതെ, നമ്മൾ ഭൂമിയിലേക്ക് കൊടുക്കുന്ന എനർജി എത്രമാത്രം റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു നല്ല ഷൂവിന്റെ ഒരു സ്കെയിലാണ്. അപ്പോൾ ഈ ഒരു ഷൂവില്, ഈ ഒരു ഷൂ എന്നല്ല ഏതൊരു ഷൂവിലാണെങ്കിലും അതിന് ഹെൽപ്പ് ചെയ്യുന്ന ചെറിയ കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഒന്നാമത്തെ കേസ്, ആ ഷൂവിൽ യൂസ് ചെയ്തേക്കുന്ന ഫോം നല്ലൊരു കുഷനിങ് നൽകുമ്പോൾ അത് ശരിക്കും ഒരു ബൗൺസി എഫക്റ്റ് ആണ് നൽകുന്നത്. അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഈ ഓൺ ഷൂസിൽ എല്ലാം ഒരു പ്ലേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഈ മിഡ് സോളിന്റെയും അപ്പറിന്റെയും ഇടയിലായിട്ട് ഇവർ സ്പീഡ് ബോർഡ് എന്ന് വിളിക്കുന്ന ഒരു പ്ലേറ്റിംഗ്. ആ പ്ലേറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഷൂ ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ, ഇപ്പൊ കൈ പിടിച്ച് തന്നെ ബെൻഡ് ചെയ്യാൻ നല്ല പാടാണ്. പക്ഷെ നമ്മൾ ഒരു ഓടുന്ന സമയത്തേക്ക് ഇത് അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ ബെൻഡ് ചെയ്യുകയും
അതൊരു സ്പ്രിങ് റിട്ടേൺ വരുന്നത് പോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും. ആ ഒരു എഫക്റ്റിൽ നിന്നും കിട്ടുന്ന ഒരു ബൗൺസിങ് എഫക്റ്റ് ശരിക്കും എനർജി റിട്ടേൺ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കഥ പറയാൻ മറന്നുപോയല്ലോ. അങ്ങനെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ഇതത്ര പഴക്കമുള്ള ബ്രാൻഡൊന്നുമല്ല. 2010 സ്വിറ്റ്സർലൻഡിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ് ഓൺ. നമ്മുടെ സ്വിസ് ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള റോജർ ഫെഡറർ 2019 ഇവരുടെ ഒരു മേജർ ഷെയർ ഹോൾഡർ ആയിട്ട് മാറുകയുണ്ടായി. അതിന്റെ ഒരു ഓർമ്മ സൂചകമായിട്ടൊക്കെ തന്നെ 2020 ദ റോജർ എന്ന പേരിൽ ഇവരൊരു ഷൂ മോഡൽ ഇറക്കി. പിന്നെ ഇതിന്റെ ഇൻസോളിലേക്ക് വന്നു കഴിയുമ്പോൾ അങ്ങനെ വലിയ കട്ടിയുള്ള മെമ്മറി ഫോം ഇൻസോൾ ഒന്നുമല്ല, ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു റെഗുലർ ഫോം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹീൽ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇച്ചിരിയിലും തിക്കായിട്ടുള്ള ഒരു പാഡിങ് ഉള്ളത്. ഈ ഇൻസോള് ഊരിക്കഴിഞ്ഞാൽ നേരെ കാണുന്ന നല്ല കട്ടിയുള്ള ഈ പറഞ്ഞ സ്പീഡ് ബോർഡാണ്. ആ സ്പീഡ് ബോർഡിന്റെ താഴെ ഇരിക്കുന്ന ഫോമാണ് ശരിക്കും നല്ലൊരു കുഷനിങ് എഫക്റ്റ് നൽകുന്നത്. അപ്പോൾ നമ്മളിത് ധരിച്ച് നടക്കുന്ന സമയത്ത് നമുക്കൊരു ഓവർ കുഷനിങ് ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അതേസമയം നല്ല കുഷനിങ് ഉണ്ട് താനും. ഹൂ ഷുഡ് ബൈ ദിസ് ഷൂ? അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയാനൊന്നും ഞാൻ ആളല്ല. ഞാനിപ്പോൾ എനിക്ക് തോന്നിയ എൻ്റെ അനുഭവങ്ങളും എനിക്ക് തോന്നിയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതത്ര ചീപ്പായിട്ടുള്ള ഷൂ അല്ല, കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുമുണ്ട്. ഈ ഓണിൻ്റെ എല്ലാ ഷൂ മോഡൽസും കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ്. എങ്കിൽ പോലും ഒരു സെയിലിലോ അല്ലെങ്കിൽ നല്ലൊരു ഓഫറൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഓൺ ക്ലൗഡ് ഹൊറൈസോൺ ഷൂസിന്റെ വില നിങ്ങൾ തമ്പനെയിൽ കണ്ടതുപോലെ തന്നെ 180 പൗണ്ട്സ്, അതായത് ഏകദേശം 19,800 രൂപ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഷൂ വീഡിയോസുമായി അടുത്ത തവണ കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു.